അപ്പം നമുക്ക് ഇന്ന് വേണ്ടത് മത്തങ്ങ തന്നെ കേട്ടോ. മത്തങ്ങയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. ഞാൻ ഫ്രീസറിൽ അരിഞ്ഞ് വെച്ചിരുന്ന പീസായിരുന്നു, അങ്ങനെ ഇരിക്കുന്ന ഐസ് പിടിച്ച്. പിന്നെ നമുക്ക് കൊച്ചുള്ളി നിറച്ച് വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ് വേണം, നിറച്ച് ഒരു തേങ്ങ മൊത്തം, ചെറിയ തേങ്ങ ഒരു തേങ്ങ മൊത്തം വേണം, ജീരകം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയറാണ് കേട്ടോ. ഞാൻ ചെറുപയർ വെച്ചിട്ടാണ്. അപ്പോൾ ചെറുപയർ ഞാനൊന്ന് ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുക്കുവാണ്. അത് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ ചുരണ്ടി വെച്ചതിൽ ഒരു തേങ്ങ ചുരണ്ടിയിൽ നമ്മളൊരു പകുതിയോളം തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്ത് പകുതി വറക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് തേങ്ങ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ അരയ്ക്കാനായിട്ട് നമുക്ക് ഒരു 3-4 കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി വേണം, അതൊരു 5-6 അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ പച്ചമുളക് വേണം. അത് ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. പിന്നെ കുറച്ച് ജീരകം, ഒരുപാട് ജീരകം വേണ്ട, കുറച്ച് മതി, അതിൽ നിന്ന് വരുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ ജീരകം മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. അതെല്ലാം അരച്ച് നമുക്ക് കൊണ്ടുവരാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഞാൻ വെന്തത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ മത്തങ്ങയും കൂടി വേവിക്കാനായിട്ട് ഇടുക കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, വലിയ പാടുള്ള പണിയൊന്നുമല്ല, നല്ല രുചിയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ട മുളക് പൊടിയാണേ. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിലെല്ലാവർക്കും ഒരുപാട് എരിവ് വേണ്ട, അപ്പോൾ ഇതാവുമ്പം നല്ല കളറും കിട്ടും. അത് ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മുളക് അരയ്ക്കുന്നുണ്ടല്ലോ, പച്ചമുളക്, അത് കാരണം പിന്നെ ഇത് അത്ര മതി, നല്ലൊരു നിറം കിട്ടും. എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അടച്ച് വേവിച്ചെടുക്കുക നല്ലപോലെ. മത്തങ്ങ ഒന്ന് ഉടയുന്നവരെ, ഒരുപാട് ഉടഞ്ഞ് പേസ്റ്റ് ആവണ്ട, എന്നാലും ഉടയണം. 2-3 കറിവേപ്പിലയും കൂടി പിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുക, ഒരു സ്വാദ് വരും. നമ്മുടെ കറിവേപ്പിലയുടെ സ്വാദ് ആ കറിയിൽ ഇറങ്ങും കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവിക്കാൻ വെക്കുക. ഓക്കെ, ഇവിടെ വെന്തിട്ടുണ്ട്. കണ്ട, മത്തങ്ങ എല്ലാം ഒന്നും ഉടഞ്ഞിട്ടുമില്ല, എന്നാൽ വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നേരത്തെ കാണിച്ചില്ല അരപ്പ്, അതിട്ട് കൊടുക്കുക. അത് അവിടെ ചെറിയ തീയിൽ കിടന്ന് ആവശ്യത്തിന് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒരു ശക്കലം കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ചെറിയ തീ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്കിവിടെ കടുവറുത്ത് തേങ്ങയൊക്കെ വറുത്തെടുക്കാനുണ്ട്. അപ്പം അത് ഈ സൈഡിൽ കിടന്നായിക്കോളും. അപ്പോൾ ഒരു പാൻ വെക്കുക. നമുക്ക് വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടിക്കഴിയട്ടെ. കടുക് പൊട്ടുന്ന നേരത്ത് നമ്മൾ ആ
കൊച്ചുള്ളി എടുത്തു വെച്ചിരുന്നു, നിറച്ച് കൊച്ചുള്ളി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു, 2 ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ ഈ സമയം കൊണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കടുക് വറുക്കുമ്പോൾ അഫ്കോഴ്സ് നമ്മൾ ഇടുന്ന ചുമന്ന മുളകാണ്, അതില്ലാതെ എന്താ ടേസ്റ്റ് കടുക് വറക്കല്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് കണ്ടോ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതിൻ്റെ അകത്ത് നിറച്ചിട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. കടുക് വറുത്തിട്ട് ആ കൊച്ചുള്ളി ഇട്ട് കടുക് വറുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അത് എണ്ണയിൽ കിടന്നൊന്ന് മുരിയണം. അപ്പോഴും നമ്മൾ താളിച്ചിടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് വരും. കറിവേപ്പില വേണം, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടും, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. കറിവേപ്പിലയ്ക്ക് ടേസ്റ്റ് ഇല്ലാന്ന് ആരാ പറഞ്ഞത്? കറിവേപ്പില ഇട്ട് കടുവത്ത് ഒരു കറി കറിവേപ്പില ഇല്ലാതെ ഇട്ട് കടുവ വറുക്കുന്നൊരു കറിക്കും വ്യത്യാസമുണ്ട്. ഇത് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി കിടന്ന് തേങ്ങ നല്ല മൊരിയണം, നല്ല ഒരു ബ്രൗൺ കളറാവണം. അപ്പം ഞാനിത് കട്ട് ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത്, ബിക്കോസ് കുറേ നേരം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കും. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളത് ചെറിയ തീയിൽ, ഒരുപാട് തീ ആവാനും പാടില്ല, കരിയാനും പാടില്ല. അത് നമ്മൾ നോക്കി നിന്നത് തേങ്ങ വറുത്തെടുത്താലേ പറ്റുള്ളൂ. കുറച്ച് പാടാണ്. നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് എടുക്കും നമ്മൾ ശരിക്കും ഒന്ന് തേങ്ങ മൂത്ത് വരാനായിട്ട്. നമ്മൾ ആ ചെറിയ തീ, മീഡിയം തീയിൽ ഇടയ്ക്ക് വെച്ചിട്ടിങ്ങനെ ഇളക്കി കരിയാണ്ട് എടുക്കണം. അപ്പം അത് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിപ്പോൾ ആയിക്കഴിഞ്ഞൊന്നുമില്ല, നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഇതിടുക, ഒന്ന് ഇളക്കുക, അടച്ചു വെച്ചിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കുക. എന്നാ ടേസ്റ്റാണെന്നറിയോ. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. പഞ്ചസാരയോ ശർക്കരയോ ശകലം നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഭയങ്കര രുചിയാണ്. ചൂടായിട്ട് ഞാനിത് കോരി കുടിക്കാറുണ്ട്, നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഈ മത്തങ്ങ എരിശ്ശേരി പയറിട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഡെഫിനറ്റായിട്ടും ഇഷ്ടമാവും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനല്. പിന്നെന്താ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി മൊമെന്റ്സ്. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. മഴക്കാലത്ത് നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കി ചൂടായിട്ട് കഴിക്കുക. ഓക്കെ, ബൈ.